ഇന്ന് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ബേസുകളും ആസിഡുകളും എന്ന പാഠത്തിലെ ലാബുകളിലെ ആസിഡുകളെക്കുറിച്ചും ബേസുകളെക്കുറിച്ചും പരിചയപ്പെടാം. ലാബുകളിലെ ആസിഡുകൾ എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്, അതേസമയം ഫുഡ് ഐറ്റംസിൽ ചേർക്കുന്ന ആസിഡുകൾ എന്ന് പറയുന്നത് വളരെ വീക്കാണ്. പേജ് നമ്പർ 35 നമുക്ക് ബേസുകളും ആസിഡുകളും ലാബിലെ ബേസുകളും ആസിഡുകളും ഒന്ന് പരിചയപ്പെടാം. ആസിഡ്സ്: ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ബേസുകൾ: കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ലാബുകളിൽ ഉപയോഗിക്കുന്ന ആസിഡുകളും ബേസുകളും എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആസിഡ് സ്പിൽ കോസസ് ഐ ഇഞ്ചുറി, അതായത് ആസിഡ് വീണ് കണ്ണിന് പരിക്കേറ്റു എന്നുള്ളൊരു പത്രവാർത്തയാണ്. ആനക്കയം: എ റബ്ബർ ടാപ്പിംഗ് വർക്കർ suffered severe eye injury due to acid spill. The accident occurred when he was trying to open a tin containing formic acid used for thickening latex. അതായത് ഈ ആസിഡ് തെറിച്ച് വീണ ഒരു റബ്ബർ തൊഴിലാളിക്ക് പരിക്കേറ്റു എന്നുള്ളൊരു വാർത്തയാണ്. കണ്ണിന് പൊള്ളലേറ്റു. ഈ റബ്ബർ കട്ടിയാക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമിക് ആസിഡിൻ്റെ ടിന്ന് തുറന്നപ്പോഴായിരുന്നു ഈ അപകടം എന്ന് പറയുന്നത്. നമുക്ക് ഈ വാർത്തയിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ ആസിഡുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം, അല്ലെങ്കിൽ അവ വളരെ ഡേഞ്ചറസ് ആണ്. അടുത്തത്, ഹാവ് യു റീഡ് ദി എബോവ് ന്യൂസ്? മെനി കെമിക്കൽ സബ്സ്റ്റൻസസ് ആർ ഡേഞ്ചറസ് യെറ്റ് വി ഹാവ് ടു യൂസ് ദം ഫോർ വേരിയസ് ഇൻഡസ്ട്രിയൽ ആൻഡ് എക്സ്പെരിമെൻ്റൽ പർപ്പസ്. വാട്ട് പ്രിക്കോഷൻസ് ഷുഡ് ബി ടേക്ക് ടു അവോയ്ഡ് ആക്സിഡൻറ്റ്സ് വൈൽ ഹാൻഡ്ലിംഗ് കെമിക്കൽസ്? അതായത് നമ്മളിപ്പോൾ വാർത്ത ശ്രദ്ധിച്ചു അല്ലേ, അതുപോലെ ഈ രാസവസ്തുക്കൾ, ഈ കെമിക്കൽസൊക്കെ പലതും അപകടകാരികളാണെങ്കിലും നമുക്ക് ഈ ഇൻഡസ്ട്രിയിലെ ആവശ്യത്തിനും എക്സ്പെരിമെൻറ്റിനും, അതായത് വ്യാവസായിക ആവശ്യങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും അവ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇപ്പോൾ കഴിയില്ല. അപ്പോൾ ഈ രാസവസ്തുക്കൾ, കെമിക്കൽസ് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അവോയ്ഡ് സ്പില്ലിംഗ് ഓൺ ബോഡി പാർട്സ്. ഡോണ്ട് ടച്ച് വിത്ത് ഹാൻഡ്സ്. ഡോണ്ട് സ്മെൽ. ഡോണ്ട് ടേസ്റ്റ്. യൂസ് എ ഡ്രോപ്പർ വൈൽ ടേക്കിംഗ് ഔട്ട് ആസിഡ് ഫ്രം എ ബോട്ടിൽ. യൂസ് എ ഹോൾഡർ വൈൽ യൂസിങ് എ ടെസ്റ്റ് ട്യൂബ്. അതായത് ശരീരഭാഗങ്ങൾ വീഴാതെ നോക്കണം. പിന്നെ അത് കൈകൊണ്ട് തൊടരുത്. മണത്ത് നോക്കാൻ പാടില്ല. രുചിച്ച് നോക്കരുത്. കുപ്പിയിൽ നിന്ന് എടുക്കാനായിട്ട് ഡ്രോപ്പർ ഉപയോഗിക്കണം. ടെസ്റ്റ് ട്യൂബ് പിടിക്കാൻ ഹോൾഡർ ഉപയോഗിക്കണം. ടെസ്റ്റ് ട്യൂബ് പിടിക്കാനുള്ള ഹോൾഡറിൻ്റെ പിക്ചർ റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, ഇഫ് ആസിഡ് സ്പിൽസ്. Strong acids can absorb water and liberate heat. They can cause burns if they get spilled on the body. Pouring cold water on the affected area for a long time is the first aid for this. If the burn is severe, the person should be taken to hospital. അതായത് ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ദേഹത്ത് ആസിഡ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആസിഡിന് ഈ ജലാംശം വലിച്ചെടുക്കാനുള്ളൊരു കഴിവുണ്ട്. ശരീരത്തിൽ വാട്ടറൊക്കെ അബ്സോർബ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. പിന്നെ താപം പുറത്തു വിടാൻ, അതായത് അത് വളരെ ഒരു ചൂട്, അതായത് നമുക്ക് ആസിഡ് വീണാൽ പൊള്ളും, വളരെ ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഇവ ശരീരത്തിൽ വീണ് കഴിഞ്ഞാൽ പൊള്ളലുണ്ടാകും. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കോരി ഒഴിക്കുക. പിന്നെ ഈ ആസിഡ് വീണ ഭാഗത്ത് ഗുരുതരമായ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ആ വ്യക്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ പ്രാഥമിക ശുശ്രൂഷ, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ആസിഡ് വീണ് കഴിഞ്ഞാൽ തണുത്ത വെള്ളം എങ്ങനെ കോരി ഒഴിക്കണം എന്നുള്ളതാണ്. റൈറ്റ് സൈഡിലായിട്ടൊരു ബോക്സിൽ. ഫോർ ഫർദർ റീഡിംഗ്, ant bite. There is formic acid in the body of ants. When ants bite, this acid enters our body. This reacts with the human body and this is why ant bite cause pain. അതായത് ഉറുമ്പിൻ്റെ ശരീരത്തിലൊരു ഫോർമിക് ആസിഡ് ഉണ്ട്. ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡിൻ്റെ പേരാണ് ഫോർമിക് ആസിഡ്. ഉറുമ്പ് കടിക്കുമ്പോൾ ഈ ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇത് ശരീരകോശങ്ങളുമായി പ്രവർത്തിക്കുമ്പോഴാണ് ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. അപ്പോൾ ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡ് എന്ന് പറയുന്നത് ഫോമിക് ആസിഡാണ്. അതുപോലെ ഈ പേജിൽ നമ്മൾ എന്താ പഠിച്ചത്? റബ്ബർ കട്ടിയൊക്കെ ഉപയോഗിക്കുന്ന ആസിഡിൻ്റെ പേര് ഫോമിക് ആസിഡ് എന്നാണ്. പിന്നെ നമ്മൾ ആസിഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇതെല്ലാം പോയിന്റുകളാണ്. ഇതെല്ലാം നിങ്ങൾ ഒന്നും കൂടി വായിച്ച് നോക്കുക. നെക്സ്റ്റ് പേജ്. So far you have done experiments using acids and bases found in household items. Now let's do experiments by ഡയലൂട്ടിങ് സം ആസിഡ്സ് ആൻഡ് ബേസസ് ഇൻ ദി ലബോറട്ടറി. അതായത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകളും ബേസുകളും ഉപയോഗിച്ചാണ് ഇതുവരെ നമ്മൾ പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കിയത്. അപ്പോൾ ഇനി നമ്മൾ ലാബുകളിൽ ഉള്ള ആസിഡുകളും ബേസുകളും വെച്ച് ഉള്ള പരീക്ഷണങ്ങൾ നടത്താം. വിച്ച് ആസിഡ്സ് ആൻഡ് ബേസസ് ക്യാൻ ബി ടേക്കൺ. ഏതൊക്കെ ആസിഡുകളും ബേസുകളും എടുക്കാം. വിച്ച് ഇൻഡിക്കേറ്റേഴ്സ് ആർ ടു ബി ടേക്കൺ. അതായത് സൂചകങ്ങൾ, ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെ എടുക്കാം. ടേക്ക് ആസിഡ്സ് ആൻഡ് ബേസസ് ഇൻ സെപ്പറേറ്റഡ് ടെസ്റ്റ് ട്യൂബ്സ്. ഒബ്സർവ് ആൻഡ് ടാബ്ലേറ്റ് ദി color changes that occur when various indicators are added to them. ആസിഡുകളും ബേസുകളും വെവ്വേറെ ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് അവയിൽ വിവിധ സൂചകങ്ങൾ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന നിറമാറ്റം അത് നിങ്ങൾ നിരീക്ഷിച്ചിട്ട് ഈ പട്ടികപ്പെടുത്തണം. അതായത് ആസിഡുകളും ബേസുകളൊക്കെ വേറെ ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക, എന്നിട്ട് അതിൽ ഇൻഡിക്കേറ്റേഴ്സ് സൂചകങ്ങൾ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന നിറമാറ്റം പട്ടികപ്പെടുത്തണം. ഇത് നമുക്ക് സ്കൂളിലെ ലാബിൽ
ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ. ലാബിലെ പരീക്ഷണമാണിത്, വീട്ടിൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്താലിൻ, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ, റെഡ് ലിറ്റ്മസ് പേപ്പർ. പിന്നെ കളർ ചേഞ്ച് ഓൺ ആഡിങ് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് സൂചകങ്ങൾ ചേർക്കുമ്പോഴുള്ള നിറമാറ്റം. ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അതായത് ഈ മീഥൈൽ ഓറഞ്ച് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ സൾഫ്യൂരിക് ആസിഡിലും ചേർക്കുമ്പോൾ റെഡ് കളറാണ് വരുന്നത്. പിന്നെ ബേസുകൾ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്, ഇവ രണ്ടും ചേർക്കുമ്പോൾ യെല്ലോ കളറാണ്. അപ്പോൾ ബാക്കി 3 എണ്ണവും നിങ്ങൾ ലാബുകളിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കളറാണ്, എങ്ങനെയാണ് കളർ ചേഞ്ച് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ്, ആസിഡ് ഇൻ ദി ബോഡി. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് പ്രൊഡ്യൂസർ ഇൻ ദി സ്റ്റൊമച്ച് to facilitate digestion of food. Some persons may have enhanced production of this acid in their body, resulting in a condition called acidity. Abdominal pain, heartburn, nausea and constipation are the symptoms of acidity. As a remedy for this condition, doctors prescribe medicines called antacids that can neutralize acids. അതായത് ശരീരത്തിനുള്ളിലും ആസിഡ്, അതായത് ശരീരത്തിനുള്ളിൽ ഒരു ആസിഡിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ദഹനത്തെ സഹായിക്കുന്നതിനായിട്ട് ആമാശയത്തിൽ ഒരു ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആസിഡിൻ്റെ പേര് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നാണ്. ചിലരിൽ ഇതിൻ്റെ ഉൽപ്പാദനം കൂടുന്നതിൻ്റെ ഫലമായിട്ട് ഒരു രോഗാവസ്ഥ ഉണ്ടാവും, അതായത് ഗ്യാസ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇതിൻ്റെ പേരാണ് ആസിഡിറ്റി. ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്, സിംറ്റംസ് എന്ന് പറയുന്നത് ആമാശയത്തിനുള്ളിലെ നീറ്റൽ, നെഞ്ചരിച്ച്, പുളിച്ച് തികട്ടൽ എന്നിവയൊക്കെ ഈ അസിഡിറ്റിയുടെ ലക്ഷണങ്ങളാണ്. ഇതിന് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന്, അതായത് ഈ അസിഡിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന്, അവർ നിർദ്ദേശിക്കുന്ന മരുന്ന് എന്ന് പറയുന്നത് ഈ ആസിഡിനെ നിർവീര്യമാക്കുന്ന അൻറ്റാസിഡുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ്. ആസിഡിനെ നിർവീര്യമാക്കുന്ന അൻറ്റാസിഡുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ് ഡോക്ടർമാർ ഇതിനു വേണ്ടിയിട്ട് ഈ അസിഡിറ്റി വരുമ്പോൾ പരിഹാരമായിട്ട് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ്. അത് കൂടുന്നതിൻ്റെ ഫലമായിട്ട് അസിഡിറ്റി ഉണ്ടാകുന്നു. ഈ അസിഡിറ്റി ഉണ്ടാകുമ്പോൾ കഴിക്കേണ്ട മരുന്ന് എന്ന് പറയുന്നത് അൻറ്റാസിഡുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ്. അടുത്തത് ആസിഡ്സ് ആൻഡ് മെറ്റൽസ്. എന്താണ് ആസിഡ്സ് ആൻഡ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ? ആസിഡുകളും ലോഹങ്ങളും. So far you have identified 2 properties of acids. One more property can also be identified through experiments. In the previous class, you have carried out the experiment of burning magnesium ribbon in air. Magnesium is also a metal like iron and copper. അതായത് ആസിഡ് ലോഹങ്ങൾ. ഈ ആസിഡുകളുടെ 2 സവിശേഷതകളാണ് നമ്മളിപ്പോൾ പഠിച്ചത്, അല്ലേ? ഇനി മറ്റൊരു സവിശേഷത കൂടി നമുക്ക് കണ്ടെത്താം. അതായത് മഗ്നീഷ്യം റിബൺ വായുവിൽ കത്തിക്കുന്ന പരീക്ഷണം. നിങ്ങൾ കഴിഞ്ഞ പോലെ 6ാം ക്ലാസ് ചെയ്തിട്ടുണ്ടാവും ലാബിൽ. മഗ്നീഷ്യം റിബൺ വായുവിൽ കത്തിക്കുന്ന ഒരു പരീക്ഷണം. അപ്പോൾ ഇരുമ്പ്, ചെമ്പ് എന്നിവ പോലെ മറ്റൊരു ലോഹമാണ് മഗ്നീഷ്യം. മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലാണ്, ഒരു ലോഹമാണ്. അത് ഇരുമ്പ്, ചെമ്പും പോലെ കോപ്പർ ആൻഡ് അയൺ പോലത്തെ ഒരു ലോഹമാണ് മഗ്നീഷ്യം. നെക്സ്റ്റ് പേജ്. Fill a quarter of a test tube with vinegar. Put 3 of our small strips of magnesium ribbon into each. Note down your observation. Close the mouth of the test tube with your thumb for a while. വാട്ട് ഡു യു ഫീൽ? അതായത് ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ 1/4 ഭാഗം വിനാഗിരി നേർപ്പിച്ചത് എടുക്കുക. അതിലേക്ക് മഗ്നീഷ്യം റിബണിൻ്റെ 3-4 കഷ്ണങ്ങൾ ഇട്ട് നോക്കൂ. എന്നിട്ട് നിങ്ങളത് നിരീക്ഷിക്കുക. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗം പെരുവിരൽ കൊണ്ട് അല്പസമയം അടച്ചു പിടിച്ച് നോക്കൂ, എന്താണ് അനുഭവപ്പെടുന്നത്. അതൊക്കെ നമുക്ക് ലാബിൽ ചെയ്യേണ്ട പരീക്ഷണങ്ങളാണോ അവിടെ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. വിച്ച് ഈസ് ദി ഗ്യാസ് ദാറ്റ് ബബിൾസ് അപ്പ് ആൻഡ് പുഷസ് അറ്റ് യുവർ തംബ്. ലെറ്റ്സ് ഡു അനദർ എക്സ്പെരിമെൻറ്റ് ടു ഐഡൻറ്റിഫൈ ദിസ് ഗ്യാസ്. അതായത് നമ്മൾ ഈ തലവിരൽ ഇങ്ങനെ അടച്ചു പിടിക്കുമ്പോൾ കുമിളകളായിട്ട് ഉയർന്നു വന്നിട്ട് നമ്മുടെ പെരുവിരലിൽ ഒരു വാതകം ഉണ്ടാക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട്, അത് എന്ത് വാതകമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു പരീക്ഷണം കൂടി നടത്തി നോക്കണം. ലെറ്റ്സ് ഡു അനദർ എക്സ്പെരിമെന്റ് ടു ഐഡന്റിഫൈ ദിസ് ഗ്യാസ്. ഈ ഗ്യാസ് എന്താണെന്ന് അറിയാനുള്ള ഒരു പരീക്ഷണമാണ് ഇനി. ടിൽറ്റ് ദി ടെസ്റ്റ് ട്യൂബ് സ്ലൈറ്റ്ലി. റിമൂവ് യുവർ തംബ് ആഫ്റ്റർ ബ്രിങ്ങിങ് എ burning matchstick to the mouth of the test tube. What do you observe? Record it in your science diary. Here a gas was produced when the acid reacted with the metal. Identify it. അതായത് പിന്നെ ടെസ്റ്റ് ട്യൂബ് അല്പം ചരിച്ച് പിടിക്കുക. കത്തുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളി ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് കൊണ്ടുവന്ന ശേഷം വിരൽ മാറ്റണം. അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ നിരീക്ഷിച്ച് അത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതി വയ്ക്കുക. ഈ ആസിഡ് ഈ മെറ്റലുമായിട്ട് ലോഹവുമായി പ്രവർത്തിച്ചപ്പോൾ ഒരു വാതകം ഉണ്ടായി. ആ വാതകം ഏതാണ് ആ വാതകം? ആ വാതകത്തിൻ്റെ പേര് ഹൈഡ്രജൻ എന്നാണ്. ദി ഗ്യാസ് വിച്ച് ബേൺഡ് അപ്പ് വിത്ത് എ ടോപ്പ് സൗണ്ട് ഇൻ ദി പ്രസൻസ് ഓഫ് ഫയർ ഈസ് ഹൈഡ്രജൻ.
Will we get the same result if the experiment is repeated with the other metals and acids? Let's find out. Repeat the experiment with the dilute hydrochloric acid and zinc. Have you got the same observations as in the previous experiments? അതായത് അപ്പോൾ ഈ തീ കാണിച്ചപ്പോൾ ഈ കത്തിയ വാതകത്തിൻ്റെ പേരെന്താണ്? ഹൈഡ്രജൻ. അതായത് ഈ തീ കാണിച്ചപ്പോൾ ഈ മാച്ച് ബോക്സിൽ ഇത് കാണിച്ചപ്പോൾ ബേൺ ചെയ്ത വാതകത്തിൻ്റെ പേരാണ് ഹൈഡ്രജൻ. അപ്പോൾ ഈ മറ്റ് ലോഹങ്ങളും ആസിഡുകളും ഉപയോഗിച്ച് ഈ പരീക്ഷണം നിങ്ങൾ ആവർത്തിക്കുക. അതായത് ഈ മഗ്നീഷ്യം ഇത് കൂടാതെ മറ്റ് ലോഹങ്ങളും മറ്റ് മെറ്റൽസും ആസിഡുകളും ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ പരീക്ഷണം ആവർത്തിച്ച് കഴിഞ്ഞാൽ ഇതേ ഫലം തന്നെ ലഭിക്കുമോ എന്ന് നിങ്ങൾ കണ്ടെത്തണം. അത് സ്കൂൾ ലാബിൽ ചെയ്യേണ്ട പരീക്ഷണങ്ങളാണ്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കാനാണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കാനാണ്. പിന്നെ അത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും മുമ്പ് ചെയ്ത പരീക്ഷണത്തിലെ റിസൾട്ട് തന്നെയാണ് നമുക്ക് ലഭിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും. ഇതെല്ലാം ലാബിൽ ചെയ്ത് നോക്കുക. ബോക്സിൽ കൊടുത്തിരിക്കുന്നത് വായിക്കാം. When acids react with metals, hydrogen is produced. Hydrogen is a flammable gas. അപ്പോൾ ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഇനി ആസിഡുകളുടെ പൊതു സ്വഭാവങ്ങളാണ്. ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ്. How many general properties of acids have you identified from the experiments done so far? Recorded in the science diary. ഇപ്പോൾ ഈ ആസിഡുകളുടെ പൊതു സ്വഭാവങ്ങൾ എന്താണെന്ന് അറിയുവാനായിട്ട് നമ്മൾ ഇത്രയും പരീക്ഷണങ്ങളൊക്കെ നടത്തി. അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഈ ആസിഡിൻ്റെ പൊതു സ്വഭാവങ്ങൾ എന്നുള്ളത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തണം. റൈറ്റ് സൈഡിലായിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രജനെ കുറിച്ചൊന്ന് വായിക്കാം. A British scientist named Henry Cavendish discovered hydrogen. Hydrogen is the lightest gas, hence hydrogen-filled balloons on rise high. Hydrogen is used as fuel in rockets. Nowadays, there are motor vehicles using hydrogen as fuel. In September 2023, a hydrogen bus was introduced experimentally in New Delhi. The meaning of the word hydrogen is producing water. Hydrogen reacts with oxygen to form water. Water can be dissociated into hydrogen and oxygen. Hence, hydrogen is a promising energy source of the future. അതായത് ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഹെൻറി കാവൻഡിഷ്. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഹെൻറി കാവൻഡിഷാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഏറ്റവും ഒരു ഭാരം കുറഞ്ഞ ഒരു വാതകമാണിത്. അതുകൊണ്ട് ഈ ഹൈഡ്രജൻ നിറച്ച ബലൂണുകളൊക്കെ ഉയർന്നു പൊങ്ങും. റോക്കറ്റുകളിൽ ഇന്ധനമായിട്ട് ഹൈഡ്രജനാണ് ഉപയോഗിക്കുന്നത്. ഹൈഡ്രജൻ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മോട്ടോർ വാഹനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. 2023 സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ പരീക്ഷണാർത്ഥം ഒരു ഹൈഡ്രജൻ ബസ് നിരത്തിലിറക്കി കഴിഞ്ഞു. 2023 സെപ്റ്റംബറിൽ അതായത് ഹൈഡ്രജൻ ബസ് ഒരെണ്ണം ന്യൂഡൽഹിയിൽ നിരത്തിലിറക്കി കഴിഞ്ഞു. ജലം ഉൽപ്പാദിപ്പിക്കുന്ന എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്ന എന്നാണ്. ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിപ്പിച്ചാൽ ജലം ഉണ്ടാകും. ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ് അല്ലെ. ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ ജലം ഉണ്ടാകും. അപ്പോൾ ഈ ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആക്കുകയും ചെയ്യാം. ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആക്കുകയും ചെയ്യാം. ഭാവിയുടെ ഊർജ്ജ വാഗ്ദാനമാണ് എന്ത്? ഹൈഡ്രജൻ. നെക്സ്റ്റ് പേജിൽ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രജനെ കുറിച്ച് എഴുതണം. അതായത് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ്. ആസിഡിൻ്റെ പൊതു സ്വഭാവങ്ങളെ കുറിച്ചാണ് അടുത്ത പേജിൽ എഴുതുവാനുള്ളത്. ഹാവ് സോർ ടേസ്റ്റ്, അതായത് പുളിരസമുണ്ട് അല്ലെ, പുളിരുചിയുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം പഠിച്ചതാണ്. പിന്നെ എന്തൊക്കെ പ്രത്യേകതകളുണ്ട്? ഇപ്പോൾ നമ്മൾ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ പറയാം നമുക്ക്? അതായത് ഹൈഡ്രജൻ വാതകം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. എങ്ങനെ? ആസിഡും ലോഹങ്ങളുമായിട്ട് പ്രവർത്തിച്ചിട്ട് ഹൈഡ്രജൻ വാതകം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. പിന്നെ വെള്ളത്തിലൂടെ വൈദ്യുതി കടത്തിവിടുവാനുള്ള കഴിവ് ആസിഡിനുണ്ട്. പിന്നെ എന്താണ്? ബേസുകളെയൊക്കെ നിർവീര്യമാക്കുവാൻ, ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് കഴിയും. ബേസുകൾ നിർവീര്യമാക്കുവാൻ കഴിയും ആസിഡുകൾക്ക്. അപ്പോൾ ഇത്രയും എഴുതി വയ്ക്കുക. സോർ ടേസ്റ്റ് ഉണ്ട്. പിന്നെ എന്താണ്? വെള്ളത്തിലൂടെ വൈദ്യുതി കടത്തിവിടുവാൻ കഴിയും. പിന്നെ ലോഹങ്ങളുമായി ചേർന്ന് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും. പിന്നെ ബേസുകളെല്ലാം നിർവീര്യമാക്കുവാൻ കഴിയും. അടുത്തത്, യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ആസിഡ്സ് റിയാക്ട് വിത്ത് മെറ്റൽസ് ബേസ്ഡ് ഓൺ ദിസ്. ക്യാൻ യു എക്സ്പ്ലെയിൻ ദി റീസൺ ഫോർ ദി ഫോളോയിങ് സിറ്റുവേഷൻസ്. അതായത് ഈ ആസിഡുകളും ലോഹങ്ങളുമായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലായി അല്ലെ. ആസിഡുകളും മെറ്റൽസുമായിട്ട് ആസിഡുകൾ പ്രവർത്തിക്കുന്നു മനസ്സിലായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ താഴെ പറയുന്ന സന്ദർഭങ്ങളുടെ കാരണം വിശദീകരിക്കാമോ എന്നുള്ളതാണ്. 2 സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട്. മെറ്റൽ കണ്ടെയ്നേഴ്സ് ആർ നോട്ട് യൂസ്ഡ് ടു സ്റ്റോർ പിക്കിൾസ്. എർത്തൻ വെസൽസ് ആർ കോമൺലി യൂസ്ഡ് ടു കുക്ക് ഡിഷസ് വിത്ത് കർഡ് ആൻഡ് ബട്ടർ മിൽക്ക്.
അതായത് അച്ചാറുകൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. അതെന്തുകൊണ്ടാണെന്ന്, അതായത് അച്ചാറുകൾ നമ്മൾ ഈ വിനാഗിരിയൊക്കെ ചേർക്കും, പിന്നെ പുളിയുള്ള സാധനങ്ങളാണ് അധികം നമ്മൾ അച്ചാറുകളൊക്കെ ഇടുന്നത്. അപ്പോൾ ഇത് ഈ ലോഹപാത്രങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഈ ലോഹപാത്രവുമായിട്ട് ഇവ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. അപ്പോൾ അത് അതായത് ഡേഞ്ചറസ് ആണത്. അപ്പോൾ അങ്ങനെ അത് ആ ആഹാരം പിന്നെ നമുക്ക് കഴിക്കുവാനായിട്ട് പറ്റില്ല. അതായത് ചിലപ്പോൾ അത് വേറൊരു കെമിക്കലായിട്ട് രൂപപ്പെടും. അതുകൊണ്ടാണ് ഈ അച്ചാറുകളൊന്നും ലോഹ പാത്രങ്ങളിൽ ഉപയോഗിക്കാത്തത്, സൂക്ഷിച്ചു വെക്കാത്തത്. പിന്നെ എന്താണ്, തൈരും മോരും ചേർത്ത കറികളൊക്കെ മൺപാത്രങ്ങളിലാണ് അധികം ഉണ്ടാക്കാറുള്ളത്. അതെന്തുകൊണ്ടാണെന്നാണ്, അതായത് തൈര് മോരും ഇതുപോലെ തന്നെ ആസിഡ് സ്വഭാവമുള്ളതാണ് അല്ലേ, പുളിയുള്ളതാണ്. അപ്പോൾ അവയും ഇതേപോലെ അലുമിനിയം പാത്രങ്ങളിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ അലുമിനിയം പാത്രവുമായിട്ട് ഈ പുളി, അതായത് ഇതും കെമിക്കൽ റിയാക്ഷൻ നടക്കും. അപ്പോൾ അതും ഈ പാത്രങ്ങളൊക്കെ ഒരു കുത്ത് വീഴും, കറുത്ത പുള്ളികളൊക്കെ വീഴും. അപ്പോൾ അതുകൊണ്ടാണ് ഈ മോര്, തൈര് ഇങ്ങനെയുള്ള കറികളൊക്കെ മൺപാത്രങ്ങളിൽ വെക്കുന്നത്. നെക്സ്റ്റ്, ആസിഡുകളുടെ ഉപയോഗങ്ങൾ. യൂസസ് ഓഫ് ആസിഡ്സ്. യു നോ ദാറ്റ് വിനാഗർ ഈസ് അസിഡിക് ഇൻ നേച്ചർ. വാട്ട് ആർ ദി യൂസസ് ഓഫ് വിനാഗർ അറ്റ് ഹോം? അതായത് എന്തെല്ലാം നിങ്ങൾക്കറിയാം അല്ലേ, വിനാഗിരി എന്ന് പറയുന്ന ഒരു ആസിഡ് സ്വഭാവമുള്ളൊരു പദാർത്ഥമാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ഈ വിനാഗർ ഉപയോഗിക്കുന്നത്? വീട്ടിൽ എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് വിനാഗിരി ഉപയോഗിക്കുന്നത്? എന്തൊക്കെയാണ്? ഇനി പിക്കിൾസ്, അച്ചാറുകൾ അല്ലേ, അച്ചാറുകൾ ചേർക്കുവാനായിട്ട് വിനാഗിരി ഉപയോഗിക്കും. പിന്നെ എന്താണ്, പിന്നെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് വിനാഗിരി ഉപയോഗിക്കും. ഈ തറയൊക്കെ തുടയ്ക്കുവാനായിട്ട്, സിങ്ക് അങ്ങനെയൊക്കെ ഈ വിനാഗിരി ചേർത്ത് കഴിയാൻ നല്ല തിളക്കം ലഭിക്കും. പിന്നെ അതായത് പിന്നെ ഈ ഫുഡൊക്കെ കേടാവാതിരിക്കാനായിട്ട് പ്രിസർവിങ് ഫുഡ്, അതായത് ഫുഡൊക്കെ കേടാതെ സൂക്ഷിക്കുവാനായിട്ട് ചേർക്കും. പിന്നെ ഹെൽത്ത് കാര്യങ്ങളിൽ, അതായത് ആരോഗ്യപരമായ കാര്യങ്ങളിൽ, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ഇതിലൊക്കെ ഈ വിനാഗിരി ചേർക്കുന്നുണ്ട്. അപ്പോൾ അച്ചാറുകൾ ചേർക്കും. പിന്നെ നമ്മുടെ ഫുഡൊക്കെ കേടാകാതെ സൂക്ഷിക്കാൻ, പിന്നെ എന്താണ്, ഹെൽത്ത് ആരോഗ്യപരമായിട്ട്, പിന്നെ ആരോഗ്യ സംരക്ഷണം ഇതിലൊക്കെ ഈ വിനാഗിരി നമ്മൾ ഇതിനു വേണ്ടിയൊക്കെ നമ്മൾ വിനാഗിരി വീട്ടിൽ ഉപയോഗിക്കുന്നു. അടുത്തതാണ്, യു ഓൾറെഡി നോ ദി യൂസ് ഓഫ് ഫോമിക് ആസിഡ്. സം ആസിഡ്സ് ആൻഡ് ദർ യൂസസ് ആർ ലിസ്റ്റഡ് ഇൻ ദി ടേബിൾ ബിലോ. കംപ്ലീറ്റ് ദി ലിസ്റ്റ്. അതായത് ഫോർമിക് ആസിഡിൻ്റെ ഉപയോഗം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയില്ലേ. ഇപ്പോൾ കഴിഞ്ഞ പേജിൽ ഫോമിക് ആസിഡിനെ കുറിച്ച് പറഞ്ഞു. റബ്ബർ കട്ടിയാക്കുവാനും ഉപയോഗിക്കുന്നതാണ് ഫോമിക് ആസിഡ്. പിന്നെ ഉറുമ്പിൻ്റെ ശരീരത്തിൽ ഫോമിക് ആസിഡ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ചില ആസിഡുകളും അവയുടെ ഉപയോഗങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് താഴെ പട്ടികയായിട്ട് നൽകിയിട്ടുണ്ട്. വിട്ടുപോയ ഭാഗങ്ങളൊക്കെ പൂരിപ്പിക്കണം. അപ്പോൾ ആസിഡ് കുറച്ച് കൊടുത്തിരിക്കുന്നത് അസറ്റിക് ആസിഡ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ഇപ്പോൾ പറഞ്ഞത്. അസറ്റിക് ആസിഡ്, അതായത് ഈ അസറ്റിക് ആസിഡ് ഫുഡ്, അതായത് അച്ചാറുകൾ ചേർക്കാൻ, പിന്നെ എന്താണ്, പിന്നെ ഈ ഫുഡൊക്കെ കേടാകാതെ സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട്. പിന്നെ അഗ്രികൾച്ചർ മേഖലയിൽ, അതായത് കാർഷിക മേഖലയിൽ ഒരു പെസ്റ്റിസൈഡായിട്ടും അസറ്റിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഫോമിക് ആസിഡ് ഇപ്പോൾ പറഞ്ഞു അല്ലേ, റബ്ബർ കട്ടിയാക്കുവാൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇതുപോലെ തന്നെ റബ്ബർ ഇൻഡസ്ട്രിയിൽ തന്നെ, പിന്നെ ലെതർ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നു. പിന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നത് ഈ തുണികൾക്കൊക്കെ ഡൈ ചെയ്യുവാൻ, ചായ മുക്കുവാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനാണ്. പിന്നെ ലെതർ ഫാക്ടറിയിൽ ഇതേപോലെ ഈ സ്കിന്നുകൾ, അതായത് ഓരോ സ്കിന്നുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ തൊലികൾ, അതായത് ഈ മൃഗങ്ങളുടെയൊക്കെ തൊലികൾ, ലെതർ എന്ന് പറഞ്ഞ തൊലി, ആ ലെതർ ഉപയോഗിച്ച് ഈ തുകലിലെ രോമങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ലെതർ ഇൻഡസ്ട്രിയിലൊക്കെ ഈ ഫോമിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് സിട്രിക് ആസിഡാണ്. സിട്രിക് ആസിഡ് എന്തിനാണെന്ന് എഴുതിയിട്ടുണ്ട്, ടു മേക്ക് ഡ്രിങ്ക്സ്, അതായത് പാനീയങ്ങളൊക്കെ ഉണ്ടാക്കുവാനായിട്ട് സിട്രിക് ആസിഡ് ഉപയോഗിക്കുന്നു. അടുത്ത സൾഫ്യൂരിക് ആസിഡ് ഇൻ മോട്ടോർ വെഹിക്കിൾസ്, ബാറ്ററീസ് ആൻഡ് ഫോർ മാനുഫാക്ചറിങ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, അതായത് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിലും പിന്നെ രാസവളങ്ങളൊക്കെ നിർമ്മിക്കുന്നതിനും ഈ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് നൈട്രിക് ആസിഡാണ്. നൈട്രിക് ആസിഡ് ടു മേക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെയിൻറ്റ്സ് ആൻഡ് ഡൈസ്, അതായത് ഇത് നൈട്രിക് ആസിഡ് ഇതുപോലെ തന്നെ രാസവളങ്ങൾ ചേർക്കുന്നുണ്ട്. പിന്നെ പെയിൻറ്റ്, ചായം എന്നിവയൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നത്. അടുത്ത ടാനിക് ആസിഡ് ടു മേക്ക് ലെതർ ആൻഡ് ഇങ്ക്, ലെതർ തുകൽ പിന്നെ മഷി ഇവയൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ടാനിക് ആസിഡ് ഉപയോഗിക്കുന്നത്. അടുത്ത് കാർബോണിക് ആസിഡ് എന്തിനാണെന്ന് കൊടുത്തിട്ടില്ല. കാർബോണിക് ആസിഡ് ഇതുപോലെ പാനീയങ്ങൾ, ടു മേക്ക് ഡ്രിങ്ക്സ്, അതായത് പാനീയങ്ങൾ നിർമ്മിക്കാൻ, പാനീയങ്ങൾ ചേർക്കുവാനായിട്ട്, സോഡ അങ്ങനെയൊക്കെയുള്ള പാനീയങ്ങൾ. പിന്നെ ചില പാനീയങ്ങളൊക്കെ നമ്മൾ കുപ്പിയുടെ അടപ്പ് തുറക്കുമ്പോൾ ഇങ്ങനെ പതഞ്ഞു പോകും അല്ലേ, ഇങ്ങനെ നുരയായിട്ട് പതഞ്ഞു പോകും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കാർബോണിക് ആസിഡ് ചേർക്കുന്നത്.
നെക്സ്റ്റ് പേജ് യൂസസ് ഓഫ് ബേസസ്, അതായത് ബേസുകളുടെ ഉപയോഗങ്ങൾ. ബേസുകളുടെ ഉപയോഗം എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ ആസിഡുകളുടെ ഉപയോഗങ്ങൾ പഠിച്ചു. ബേസുകളുടെ ഉപയോഗം കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, അതായത് അതിൽ യൂസ് എന്തിനാണ്? ഗ്ലാസ് മാനുഫാക്ചറിങ് ടു റെഡ്യൂസ് ദി അസിഡിറ്റി ഓഫ് സോയിൽ. അതായത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നത് ഗ്ലാസ് നിർമ്മാണത്തിന് മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കുന്നതിന് ഗ്ലാസ് നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ടു മേക്ക് സോപ്പ്, പേപ്പർ ആൻഡ് റയോൺ. അതായത് പിന്നെ സോപ്പ്, പേപ്പർ, റയോൺ എന്നിവയ്ക്ക് ഉണ്ടാക്കാനാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ടു മേക്ക് സോഫ്റ്റ് സോപ്പ്. സോഫ്റ്റ് ആയിട്ടുള്ള സോപ്പ്, വളരെ മൃദുവായിട്ടുള്ള ഒരു സോപ്പ് ഉണ്ടാക്കുവാനാണ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് അലുമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഇവ ഇൻ മെഡിസിൻസ്, അതായത് ഈ ബേസുകൾ എന്തിനൊക്കെയാണ്? ഇൻ മെഡിസിൻസ്, അതായത് മരുന്നുകൾ ചേർക്കുവാനാണ് അലുമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഉപയോഗിക്കുന്നത്. ഇനി ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. അനലൈസ് ദി ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് ദി ഫോളോയിങ്. അതായത് ഈ പട്ടിക കൊടുത്തിരിക്കുന്നത് നമ്മൾ വിശകലനം ചെയ്യുക, എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. വിച്ച് ഈസ് ദി ബേസ് യൂസ്ഡ് ടു മേക്ക് സോപ്പ്. ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് സോപ്പ് ഉണ്ടാക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ബേസ് ഏതാണ്? സോപ്പ് ഉണ്ടാക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ബേസ് ഏതാണ്? അപ്പം നമ്മൾ പറഞ്ഞതല്ലേ, സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ടു മേക്ക് സോഫ്റ്റ് സോപ്പ്, സോഫ്റ്റ് ആയിട്ടുള്ള സോപ്പ് ഉണ്ടാക്കാൻ. പിന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് സാധാരണ സോപ്പ് ഉണ്ടാക്കുവാനായിട്ടും ഉപയോഗിക്കുന്നു. അടുത്തത് വിച്ച് ആർ ദി ബേസസ് യൂസ്ഡ് ഇൻ മെഡിസിൻസ്. ഔഷധങ്ങളിൽ അല്ലെങ്കിൽ മരുന്നുകളിലൊക്കെ ചേർക്കുന്ന ബേസ് ഏതൊക്കെയാണ്? മരുന്നുകളിൽ ചേർക്കുന്ന ബേസ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഇനി ലെറ്റ്സ് മേക്ക് സോപ്പ്, അതായത് നമുക്കിനി സോപ്പ് നിർമ്മിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ആവശ്യമായ സാമഗ്രികൾ എന്തൊക്കെയാണെന്നുള്ള, മെറ്റീരിയൽ റിക്വയർഡ് എന്തൊക്കെയാണ്, പിന്നെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്. ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ കാസ്റ്റിക് സോഡ ലയിപ്പിക്കുക. പിന്നെ കാസ്റ്റിക് സോഡ വെള്ളത്തിൽ ലയിക്കുമ്പോൾ വലിയ അളവിൽ താപം പുറത്തു വിടും. ഈ ലായനി തണുത്ത ശേഷം അതൊരു പരന്ന പാത്രത്തിൽ എടുത്തു വെച്ച് വെളിച്ചെണ്ണയിലേക്ക് സാവധാനം ചേർത്ത് ഇളക്കുക. തുടർന്ന് സോപ്പിൻ്റെ ഈ ഗാഢതയും അളവും കൂട്ടുവാനായിട്ട് സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ക്രമമായി ചേർക്കണം. പിന്നെ സോപ്പിന് ഭംഗി കൂട്ടുവാനായിട്ട് കളറും പിന്നെ സുഗന്ധത്തിന് വേണ്ടി പെർഫ്യൂമും ചേർക്കണം. അപ്പം മിശ്രിതം ഇങ്ങനെ കുറുകുന്നത് വരെ തുടർച്ചയായിട്ട് ഇളകണം. കുറുകിയ മിശ്രിതം മോൾഡിൽ ഒഴിച്ചു വയ്ക്കുക. ഉറച്ച ശേഷം മോൾഡിൽ നിന്ന് ഇളക്കിയെടുത്ത് 2 ആഴ്ച കഴിഞ്ഞ് ഉപയോഗിക്കാം. അപ്പം നിങ്ങൾ സോപ്പ് ഉണ്ടാക്കുന്ന വിധമാണിത്. ഇത് നിങ്ങൾ സ്കൂളിലെ സയൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സോപ്പ് നിർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാസ്റ്റിക് സോഡയും സോപ്പ് മിക്സ്ചർ ആൻഡ് കാസ്റ്റിക് സോഡ ഇവയൊന്നും നമ്മുടെ കൈകളിൽ പുരളാതെ സൂക്ഷിക്കണം. അപ്പോൾ സോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, എന്നിട്ടത് നിർമ്മിക്കുവാനായിട്ട് നോക്കുക. ഇനി അടുത്ത പേജിൽ യു ക്യാൻ ഓൾസോ മേക്ക് സോപ്പ് അറ്റ് ഹോം അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് യുവർ പേരൻസ്. യു മേ യൂസ് പീസസ് ഓഫ് PVC പൈപ്സ് ഇൻസ്റ്റെഡ് ഓഫ് മൗൾഡ്. അതായത് നിങ്ങൾ ഇതുപോലെ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ വീട്ടിൽ ഇതേപോലെ സോപ്പൊക്കെ നിർമ്മിക്കുക. പിന്നെ ഈ മൗൾഡിന് പകരമായിട്ട് നിങ്ങൾ എന്തുപയോഗിക്കാം? PVC പൈപ്പ് ഉപയോഗിക്കാം മൗൾഡിന് പകരം, കുറുകിയ മിശ്രിതം ഒഴിച്ചു വയ്ക്കുവാനായിട്ട്. നെക്സ്റ്റ് ടർമറിക് എ നാച്ചുറൽ ഇൻഡിക്കേറ്റർ. എന്താ ടർമറിക് എന്ന് പറഞ്ഞാൽ? മഞ്ഞൾ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ്, ഒരു പ്രകൃതിദത്ത സൂചകമാണ്. We have identified acids by using paper rubbed with hibiscus flowers, which is a natural indicator. Similarly, shall we find an indicator for identifying bases? Add either soap solution or baking powder solution to the following substances. അതായത് ഈ ആസിഡുകളെ തിരിച്ചറിയുവാനായിട്ട് നമ്മൾ ചെമ്പരത്തിപ്പൂവ് ഉരച്ച കടലാസ് ഉപയോഗിച്ചിരുന്നു അല്ലേ, ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ലിറ്റ്മസ് പേപ്പർ, പ്രകൃതിദത്തമായിട്ടുണ്ടാക്കിയ ലിറ്റ്മസ് പേപ്പർ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ മഞ്ഞൾ എന്ന് പറയുന്ന ഒരു പ്രകൃതിദത്ത സൂചകമാണ്, ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഇതുപോലെ അതായത് മഞ്ഞൾ ചെമ്പരത്തിപ്പൂ വരച്ച ലിറ്റ്മസ് പേപ്പർ ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ്. ഇതുപോലെ നമ്മൾ ബേസുകളെ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന ഒരു സൂചകം കണ്ടെത്തണം. അപ്പോൾ താഴെ പറയുന്ന വസ്തുക്കളിൽ സോപ്പ് ലായനിയോ അപ്പക്കാര ലായനിയോ ഒഴിച്ചു നോക്കണം. അതായത് ഇപ്പം നമ്മൾ ആസിഡിനെ തിരിച്ചറിയുന്ന കാര്യമല്ല പറയുന്നത്, ബേസുകൾ തിരിച്ചറിയുക. ബേസ് എന്ന് പറയുന്നത് അടിസ്ഥാനങ്ങൾ. ഈ ബേസുകളെ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട് നമ്മളൊരു പരീക്ഷണം നടത്തി നോക്കാം. അപ്പോൾ ഈ താഴെ 2 വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവയിൽ ഈ സോപ്പ് ലായനിയോ അപ്പക്കാര ലായനിയോ ഒഴിച്ച് നോക്കണം. പേപ്പർ റബ്ഡ് വിത്ത് ടർമറിക് വാട്ടർ. അപ്പം മഞ്ഞൾ ഉരച്ച കടലാസ്, പിന്നെ മഞ്ഞൾ കലക്കിയ
വെള്ളം. അപ്പോൾ ഇത് രണ്ടുമാണ് കൊടുത്തിരിക്കുന്ന ഈ വസ്തുക്കൾ നമ്മൾ സോപ്പ് ലായനിയോ അപ്പക്കാരലായനിയോ ഒഴിച്ചു നോക്കണം. അപ്പം ഒബ്സർവ് ദി കളർ ചേഞ്ച്, എന്നിട്ട് കളർ ചേഞ്ച് അതായത് എന്ത് മാറ്റമാണ് വരുന്നതെന്ന് നമ്മൾ നിരീക്ഷിക്കണം. ഹാവ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ടർമറിക് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ബേസസ്? Is it possible to make use of colored parts of plants to identify acids and bases? Let's do an experimental project. Which are the colored parts of plants that you know? List them. അതായത് ഇപ്പോൾ നമുക്ക് ഇത് പരീക്ഷിച്ചപ്പോൾ നിങ്ങൾ ഈ പേപ്പർ റബ്ബർ വിത്ത് ടർമറിക്കിലിട്ട് ഉരയ്ക്കുക, പിന്നെ ടർമറിക് വാട്ടർ അതായത് ഈ മഞ്ഞൾ കലക്കിയ വെള്ളം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇതിൽ നിന്ന് ബേസ് ചേർത്ത് കഴിഞ്ഞപ്പോൾ അതായത് ബേസ് ഏതാ? സോപ്പ് ലായനിയോ അല്ലെങ്കിൽ അപ്പക്കാരലായനിയോ? ഇത് ഒഴിച്ചിട്ട് എന്ത് നിറമാണ് വരുന്നത് ഇത് എന്നുള്ളത് നിങ്ങൾ വീട്ടിൽ പരീക്ഷിക്കാം. അത് ഉരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് മുക്കിക്കഴിഞ്ഞാൽ വരുന്ന നിറം എന്ന് പറയുന്നത് റെഡ് കളറാണ്, ചുവന്ന കളറായിരിക്കും. അപ്പോൾ നിറത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് കളർ, ചുവന്ന നിറമാണ്. അപ്പോൾ ഈ ബേസുകളുടെ ഒരു സൂചകമാണ് മഞ്ഞൾ. ബേസുകളുടെ ഒരു ഇൻഡിക്കേറ്ററാണ് മഞ്ഞളെന്ന് നമുക്ക് മനസ്സിലായി. റെഡ് ആവുന്നു അല്ലേ? അപ്പോൾ ബേസുകളുടെ സൂചകമാണ് ഈ മഞ്ഞൾ, ഇൻഡിക്കേറ്ററാണ് മഞ്ഞൾ. ഇനി അടുത്തായിട്ട് നിങ്ങൾക്കറിയാവുന്ന സസ്യങ്ങളുടെ ഭാഗങ്ങൾ വെച്ച് ഇതേപോലെ ലിസ്റ്റ് ചെയ്യുക. അതായത് വീട്ടിൽ പ്രകൃതിദത്തമായിട്ടുള്ള നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ സസ്യഭാഗങ്ങൾ, പ്ലാന്റ്സിൻ്റെ ഏതൊക്കെ പാർട്സാണ് ഇത് വെച്ച് നമുക്ക് പരീക്ഷണങ്ങൾ നടത്താൻ പറ്റുന്നതെന്ന് നോക്കാം. റെഡ് സ്പിനാച്ച്, ബ്ലൂ കളേർഡ് ക്ലൈറ്റോരിയ, റെഡ് ക്യാബേജ്, ബീറ്റ്റൂട്ട് അതായത് ചുവന്ന ചീര, പിന്നെ നീല ശംഖു പുഷ്പം, പിന്നെ ചുവന്ന ക്യാബേജ്, ബീറ്റ്റൂട്ട്. അതുകൂടാതെ രണ്ടെണ്ണം കൂടി നമ്മൾ ആഡ് ചെയ്യണം. അത് നമുക്ക് ബ്ലൂബെറി എടുക്കാം, പിന്നെ പർപ്പിൾ കളറുള്ള ഗ്രേപ്സ്, അത് പർപ്പിൾ കളറുള്ള മുന്തിരിങ്ങ എടുക്കാം. അപ്പോൾ ഇത്രയും വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഇതിൽ ആസിഡും ബേസും അത് വീട്ടിൽ കിട്ടാവുന്ന ആസിഡും ബേസും വെച്ച് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ ചുവന്ന ചീരയിലാണെങ്കിൽ ആസിഡും നിറമാറ്റമൊന്നും വരില്ല. അതേസമയം ബേസിൽ എന്താണ് അതിൻ്റെ കളർ എന്നുള്ളത്, അതിൻ്റെ അടിവശം ഒരു കടും ചുവപ്പ് നിറമായിരിക്കും. ഇതൊക്കെ നമ്മൾ പരീക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ചെയ്ത് നോക്കണം. ഇതുപോലെ ഓരോ സസ്യങ്ങളുടെ ഭാഗങ്ങൾ എടുത്തിട്ട് വീട്ടിലിത് പരീക്ഷിച്ച് നോക്കണം. പ്രിപ്പയർ either paper strips rubbed with each of the above vegetables, their juices or the colored liquids obtained by boiling them in water. Test them with the acids available at home. Repeat the experiment with the base also available at home. Write down the observations. അപ്പോൾ നിങ്ങൾ ഇവ ഓരോന്ന് ഉരച്ച പേപ്പർ, ജ്യൂസ് ഇവ വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ കിട്ടുന്ന നിറമുള്ള ദ്രാവകങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് തയ്യാറാക്കുക. എന്നിട്ട് വീട്ടിൽ ലഭ്യമായ ആസിഡുകൾ പരിശോധിക്കുക. പിന്നെ ബേസുകളും വീട്ടിൽ ലഭ്യമായ ആസിഡുകളും ബേസുകളിലൊക്കെ നിങ്ങളിത് പരീക്ഷണം ആവർത്തിക്കുക. എന്നിട്ട് നിരീക്ഷണങ്ങൾ നിങ്ങൾ പട്ടികപ്പെടുത്തണം. അപ്പോൾ ഇതൊക്കെ വീട്ടിൽ ചെയ്യേണ്ട പരീക്ഷണങ്ങളാണ്. അപ്പോൾ ഇതുപോലെ ഇത് ചെയ്തിട്ട് നിങ്ങളെന്ത് ചെയ്യുക? ഈ സസ്യഭാഗം പാർട്സ് ഓഫ് പ്ലാന്റ്, പിന്നെ നാച്ചുറൽ കളർ ഇൻ ആസിഡ്, കളർ ഇൻ ബേസ്. അപ്പോൾ സസ്യഭാഗത്തിൻ്റെ പേര് എഴുതുക ആദ്യം, പിന്നെ നാച്ചുറൽ കളർ അതിൻ്റെ സ്വാഭാവിക നിറം. ഇപ്പോൾ ബീറ്റ്റൂട്ടാണെങ്കിൽ അതിൻ്റെ സ്വാഭാവിക നിറം എന്താണെന്ന് എഴുതി വയ്ക്കുക. ബീറ്റ്റൂട്ടിൻ്റെ സ്വാഭാവിക നിറം എന്താണ്? ഒരു കടും ചുവപ്പാണ് അല്ലേ? പിന്നെ കളർ ഇൻ ആസിഡ്, പിന്നെ ആസിഡ് ചേർക്കുമ്പോഴുള്ള നിറം കളർ ഇൻ ബേസിലുള്ള നിറം. അപ്പോൾ ഇതെല്ലാം ഇതേപോലെ എഴുതി വയ്ക്കുക. ഇനി ഇതുപോലെ നിങ്ങളുടെ പരീക്ഷണങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇതെല്ലാം ഒബ്സർവ് ചെയ്ത് നിങ്ങളുടെ നിരീക്ഷണങ്ങളൊക്കെ നിങ്ങൾ അപഗ്രഥിച്ച് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതി വെക്കണം. സയൻസ് ഡയറിയിൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്യണം. Prepare a brief report in the project you have done and present it in your class. അപ്പോൾ അത് ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങളത് ഒരു ലഘു റിപ്പോർട്ടായിട്ട് അവതരിപ്പിക്കണം. ഇതിൽ പരീക്ഷ ചെയ്യേണ്ട കാര്യങ്ങൾ ആയതുകൊണ്ട് കൂടുതലൊന്നും ഇതിൽ പറഞ്ഞു തരാൻ കഴിയില്ല. ഇതെല്ലാം വീട്ടിൽ തന്നെ പരീക്ഷിച്ച് നോക്കുക. ഇനി ലെറ്റേഴ്സ് അസസ് നോക്കാം. വിച്ച് among the following can be used as an indicator of acid? അതായത് കൊടുത്തിരിക്കുന്നതിൽ ആസിഡിൻ്റെ സൂചകമായിട്ട് ഉപയോഗിക്കാവുന്ന ഏതാണ്? ഫിനോഫ്താലിൻ ആൻഡ് റെഡ് ലിറ്റ്മസ് പേപ്പർ. ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പറയുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം. കാരണം 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഒരു പരാഗണം, അതായത് ആർട്ടിഫിഷ്യൽ പോളിനേഷനിൽ പൂ നന്നായിട്ട് വിരിഞ്ഞതിന് ശേഷം എന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. അത് പൂ വിരിഞ്ഞ ഉടൻ തന്നെയാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷനിൽ ഈ പരാഗണം നടത്തേണ്ടത്. പിന്നെ നാടൻ മാവിൻ്റെ
തൈ നാടൻ പാങ്ങിൽ തന്നെ ഒട്ടിച്ച് ചേർത്താൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അത് പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ആൻസർ രണ്ടിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി പറയുന്ന ആൻസറുകൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ആസിഡ് ഈസ് യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ ബാറ്ററീസ്? അതായത് ഓട്ടോമൊബൈൽ ബാറ്ററീസിൽ, അതായത് ഈ ഓട്ടോമൊബൈൽ ബാറ്ററികൾ ഉപയോഗിക്കുന്ന ആസിഡ് അത് നമ്മളിപ്പോൾ പഠിച്ചാണ് അല്ലേ? ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണത്. നെക്സ്റ്റ്, among the liquids in the three beakers placed on the table, the first one is water, the second is an acid, and the third is a base. Is it right to identify them by touching, tasting or smelling? Why? Suggest a method to identify each of them. അതായത് മേശപ്പുറത്ത് 3 ബീക്കറുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് 3 ബീക്കറുകൾ, അതിൽ ആദ്യത്തേത് ദ്രാവകം, രണ്ടാമത്തെ ആസിഡ്, മൂന്നാമത്തേത് ബേസാണ്. അപ്പോൾ ഇതൊന്നില്ലെങ്കിൽ തൊട്ട് നോക്കിയോ അല്ലെങ്കിൽ രുചിച്ച് നോക്കിയോ അല്ലെങ്കിൽ മണത്ത് നോക്കിയോ അങ്ങനെ നോക്കിയോ തിരിച്ചറിയുന്നത് ശരിയാണോ, എന്തുകൊണ്ടോ ഇവ ഓരോന്നും തിരിച്ചറിയാനുള്ള മാർഗം നിർദ്ദേശിക്കും. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങളതിൻ്റെ മാർഗങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ആസിഡിൻ്റെ ലിറ്റ്മസ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അറിയാം, നീല നിറം എന്താണ്? റെഡാകും അല്ലേ? പിന്നെ എന്താണ്? അപ്പോൾ ഇതേമാതിരി നിങ്ങൾ ഇത് ആസിഡാണോ ഇത് ബേസാണോ എന്നുള്ളത് നിങ്ങളിത് ഈ ദ്രാവകങ്ങൾ നോക്കി നിങ്ങൾ തിരിച്ചറിയുവാനായിട്ട് ശ്രമിക്കുക. നാലാമത്തത്, in the laboratory metallic caps are not used for glass bottles containing acids. Explain the reason for this. അതായത് ലാബുകൾ സൂക്ഷിക്കുന്ന ആസിഡുകളുടെ കുപ്പികൾക്കൊന്നും ലോഹ അടുപ്പുകൾ മെറ്റൽ ക്യാപ്പ് ഉണ്ടാവില്ല. അത് എന്തുകൊണ്ടാണെന്നാണ്? മെറ്റൽ ക്യാപ്പ് ഉണ്ടാകാൻ പാടില്ല അല്ലേ? അത് ലോഹമാണ്. അപ്പോൾ ഈ ലോഹവും ആസിഡും തമ്മിൽ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ അത് വേറൊരു കെമിക്കലായിട്ട് മാറും. പിന്നെ അത് ലീക്കാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ അപകടമാണ്. നമ്മൾ ഈ ആസിഡുകൾ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ലീക്കായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് തെറിക്കും അല്ലേ? അതെല്ലാം വളരെ അപകടമാണ്. അതുകൊണ്ടാണ് ഈ മെറ്റൽ ക്യാപ്പ് യൂസ് ചെയ്യാത്തത്. പിന്നെ ഏതാണ് അടുത്ത ക്വസ്റ്റ്യൻ? എക്സാമിൻ ദി സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ, ക്ലാസിഫൈ ദം ഓൺ ദി ബേസിസ് ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. അതായത് ഈ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്ഥാനങ്ങളൊക്കെ പരിശോധിച്ച് ആസിഡുകൾക്ക് യോജിക്കുന്നവയും ബേസുകൾക്ക് യോജിക്കുന്നവയും നിങ്ങൾ തരംതിരിച്ച് പട്ടികപ്പെടുത്തുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹാസ് സോർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പുളി രുചി ഉണ്ടല്ലേ? അപ്പോൾ അതെന്താണത്? അത് ആസിഡാണ്. ടേൺസ് ടു പിങ്ക് വെൻ ഫിനോഫ്താലിൻ ഈസ് ആഡഡ്. ടേൺസ് ടു പിങ്ക്, അതായത് ഫിനോഫ്താലിൻ ചേർത്ത പിങ്ക് നിറം ലഭിക്കും. അതെന്താണ്? അത് ബേസാണ്. പിന്നെ സ്ലിപ്പറി എന്ന് പറയുന്നത് വഴുവഴുപ്പ് എന്ന് പറയുമ്പോൾ അതേതായിരിക്കും? അതും ബേസാണ്. ബേസിന് വഴുവഴുപ്പുണ്ടെന്ന് നമ്മൾ പഠിച്ചതാണ്. പിന്നെ എന്താണ്? ടേൺസ് ടു പിങ്ക് വെൻ മീഥൈൽ ഓറഞ്ച് ഈസ് ആഡഡ്. അതായത് മീഥൈൽ ഓറഞ്ച് ചേർത്ത ഇളം പിങ്ക് നിറം ലഭിക്കും. അതെന്താണ്? അത് ആസിഡാണ്. പിന്നെയോ ടേൺസ് ദി കളർ ഓഫ് പതിമുഖം വാട്ടർ ഇൻ ടു യെല്ലോ. അതായത് പതിമുഖം വാട്ടറിനെ യെല്ലോ ആക്കുന്നത് എന്താണെന്ന് നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് വെച്ച് പഠിച്ചാണ് അല്ലേ? അത് ആസിഡാണ്. പുളി രുചിയുള്ള ഏതെങ്കിലും ദ്രാവകങ്ങളിലോട്ട് ഈ പതിമുഖം വാട്ടർ ഒഴിച്ച് കഴിഞ്ഞാൽ അത് എന്താവും? യെല്ലോ കളർ ലഭിക്കുമെന്ന് നമ്മൾ പഠിച്ചതാണ്. പിന്നെ നെക്സ്റ്റ് എന്താണ്? റെഡ് ലിറ്റ്മസ് ടേൺസ് ബ്ലൂ. റെഡ് കളർ, അതായത് ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കും. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് ബേസാണ്. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്ന ബേസാണ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡുകളുമാണ്. പിന്നെ എന്താണ്? റിയാക്ട്സ് വിത്ത് മെറ്റൽസ് ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ. അതായത് മെറ്റൽസുമായിട്ട് പ്രവർത്തിച്ചിട്ട് ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കും. അല്പം മുൻപ് പറഞ്ഞാണ് അല്ലേ? അത് ആസിഡാണ് ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ഹാസ് ആൽക്കലൈൻ ടേസ്റ്റ്. ആൽക്കലൈൻ ടേസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് അല്ലേ? ഒരു കാരരുചിയുള്ള ഏതിനാണ്? കാരരുചിയുള്ളത് ബേസിനാണ്. അപ്പോൾ അവിടെ ബേസ് ഒന്ന് എഴുതുക. നെക്സ്റ്റ്, യു ഹാവ് ലേൺഡ് അബൌട്ട് വേരിയസ് ഇൻഡിക്കേറ്റേഴ്സ് ടു ഐഡന്റിഫൈ ആസിഡ്സ് ആൻഡ് ബേസസ്. കംപ്ലീറ്റ് ദി ടേബിൾ ബിലോ. നമുക്ക് ടേബിൾ ഒന്ന് നോക്കാം. ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ആസിഡ്സ്, പിന്നെ നാച്ചുറൽ യൂസ്ഡ് ഇൻ ലാബ്. അതായത് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ആസിഡിൻ്റെ സൂചകങ്ങൾ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ളതും പിന്നെ ലാബുകൾ ഉപയോഗിക്കുന്നതും, പ്രകൃതിദത്തമായിട്ടുള്ളതും ലാബുകൾ ഉപയോഗിക്കുന്നതും നമ്മൾ കണ്ടെത്തുക. പ്രകൃതിദത്തമായിട്ടുള്ളത് ഇപ്പം പേപ്പർ റബ്ബഡ് വിത്ത് ഹിബിസ്കസ്. നമ്മൾ ഹിബിസ്കസ് വെച്ച് ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കിയാലും ആദ്യം പറഞ്ഞിരുന്നു, അത് പ്രകൃതിദത്തമാണ്. പിന്നെ എന്താണ് അടുത്ത് എന്ത് കൊടുക്കാം? ബീറ്റ്റൂട്ട് ജ്യൂസ് കൊടുക്കാം. പിന്നെ റെഡ് ക്യാബേജ്, ഇതൊക്കെ നാച്ചുറലാണ്. അതായത് ആസിഡിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ യൂസ്ഡ് ഇൻ ലാബിൽ ഉപയോഗിക്കുന്നത് ഒരുപാടുണ്ട് അല്ലേ? ഇൻഡിക്കേറ്റേഴ്സ് മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്താലിൻ, പിന്നെ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, പിന്നെ ബ്രോമോത്തിമോൾ ബ്ലൂ ഇതൊക്കെ എഴുതാം. ഇനി ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ബേസസിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ്, ബേസസിൻ്റെ സൂചകങ്ങൾ എന്ന് പറയുന്നത് ടർമർക്ക് കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ബേസ് എന്ന് പറയുന്നത് ടർമർക്ക് കൊടുത്തിട്ടുണ്ട്.
വേറെ നമുക്ക് ഇതുപോലെ എന്തൊക്കെ എഴുതാം? വേറെ നമുക്ക് ബ്ലൂബെറീസ് എഴുതാം, പിന്നെ എന്താണ് ഗ്രേപ്പ് ജ്യൂസ് എഴുതാം, റെഡ് ക്യാബേജ് ജ്യൂസ് ഇതൊക്കെ എഴുതാം. പിന്നെ ലാബിൽ ഉപയോഗിക്കുന്നത് ഫിനോഫ്താലിൻ, ഇതേപോലെ തന്നെ ഫിനോഫ്താലിൻ, മീഥൈൽ ഓറഞ്ച്, ബ്രോമോത്തിമോൾ ബ്ലൂ, ഇതൊക്കെ തന്നെയാണ് ആസിഡിൻ്റെ ബേസിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് വായിക്കുക. ഈ പാഠഭാഗം എന്ന് പറയുന്നത് എക്സ്പെരിമെൻറ്റുകളാണ് കൂടുതലും. സ്കൂളിലെ ലാബിലും വീട്ടിലും പരീക്ഷിക്കാവുന്നു. അപ്പോൾ ഈ പരീക്ഷണങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.